എൻ്റെ പേര് ചന്ദ്രൻ. നമ്മളെ സ്ഥാപനം ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് തിരുവായട് മണ്ണാർക്കാട് റോഡിൽ തിരുവായട് സെൻറ്ററിൽ നിന്ന് ഒരു 100 മീറ്റർ താഴത്തേക്ക് മണ്ണാർക്കാട് റോഡിന് ഇറങ്ങിയാൽ മതി. കടയുടെ പേര് ലളിത് അപ്പോൾസ്ട്രി വർക്ക്. 90-ലാണ് ഈ സ്ഥാപനം തുറന്നത്. അപ്പോൾസ്ട്രി പണി. അതിന് മുമ്പ് ഞാൻ കസാലമഠത്തിലായിരുന്നു. ഇവിടെ ഇപ്പൊ എന്തൊക്കെ വർക്കുകളാണ് ചെയ്യണത്? എന്തൊക്കെയാണ് ഇപ്പോൾ വർക്ക് ഇവിടെ വന്നതെന്ന് പറഞ്ഞാൽ ഓട്ടോൻ്റെ ടോപ്പ് എടുക്കണില്ല, ജീപ്പിൻ്റെ ടോപ്പ് എടുക്കണില്ല, സീറ്റിൻ്റെ പണി, സോപ്പട പണി, പിന്നെ ദിവാങ്കോട്ട്, പഞ്ഞിക്കടക്ക എല്ലാം ചെയ്യും. ഓർഡർ തരുന്നതാണെങ്കിൽ ഒറിജിനൽ പൂളപ്പഞ്ഞിൽ നമ്മൾ ചെയ്തു കൊടുക്കും, ഗ്യാരണ്ടിയോട് കൂടി. പിന്നെ വീടിൻ്റെ കർട്ടൻ നമ്മൾ ചെയ്യും. ഏത് മോഡലും പിന്നെ കാറ്റലോഗിൽ നിങ്ങൾ ഏതെങ്കിലും മോഡലായിട്ട് കൊണ്ടുവരികയാണെങ്കിൽ നിങ്ങളുടെ കാറിൻ്റെ സീറ്റ് ആ മോഡലിൽ നമ്മൾ അടിച്ചു തരും. നല്ല ക്വാളിറ്റി കാണിച്ച് ഇഷ്ടപ്പെട്ട റെക്സിനിൽ നമ്മൾ മോഡലായിട്ട് അടിച്ചു തരും. ഏതൊക്കെ മെറ്റീരിയൽ ഉപയോഗിക്കുന്ന? നമ്മൾ പിന്നെ ക്ലോത്താ വേണ്ടിച്ച ക്ലോത്തിൽ ചെയ്യും. ക്ലോത്തിൽ കാറിന് ചെയ്യില്ല, അതൊക്കെ സോഫയിലാണ്. റെക്സനിൽ നല്ല ക്വാളിറ്റി അങ്ങനെയുള്ള നോക്കിയിട്ട് കാണിച്ചു തന്നെ ആ കളർ കാണിച്ചു തരികയാണെങ്കിൽ നമ്മൾ ആ ക്വാളിറ്റിക്ക് ചെയ്യും. നമ്മൾ ബൈക്കിന്റെ സീറ്റിലേക്ക് വരുമ്പോൾ ഇപ്പൊ ഒരു സീസൺ സമയമാണ് വരുന്നത്. മഴക്കാലം ആകുമ്പോഴാണ് ആൾക്കാർ കൂടുതൽ ചെയ്യുക അല്ലേ? അതെ അതെ. ബൈക്കിന്റെ സീറ്റ് അല്ല, ബൈക്കിന്റെ സീറ്റ് ചെയ്യണം. അത് പിന്നെ പ്ലെയിൻ സീറ്റുകൾ നമ്മൾ ഇവിടുന്ന് അടിച്ചു കൊടുക്കും. പിന്നെ കട്ട സീറ്റ് ആണെങ്കിൽ ഡിസൈൻ സീറ്റുകളൊക്കെ ആണെങ്കിൽ നമ്മളത് ചാലക്കുടിയിൽ നിന്ന് വരുത്തുകയാണ്. നല്ല ക്വാളിറ്റിയുള്ള റെക്സിനാണ്. അത് വന്ന് പിടിച്ചു നോക്കിയാൽ തന്നെ ആ ക്വാളിറ്റിനെ പറ്റിയിട്ട് അത് നോക്കുമ്പോൾ തന്നെ അറിയും. നമ്മൾ ഇങ്ങനെ വെറുതെ കൊണ്ടിട്ടുണ്ടെങ്കിൽ ഈ പൂച്ച മാന്തിന് സംരക്ഷണമായിട്ട് വേറെ മെറ്റീരിയലും ഉണ്ടോ? പൂച്ച മാന്തിയ പിടിക്കാത്ത മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നെറ്റിൻ്റെ ഇടണം, പൂച്ച മാന്തിയ തട്ടാതിരിക്കാൻ. ഇതിപ്പം പൂച്ച മാന്തില്ല. ഇതിന്റെ മേലിടണാണോ അത് വെച്ചടിക്കണോ? സീറ്റിന്റെ മേലിടണാണ്. പെട്ടെന്ന് കംപ്ലൈന്റ് വരില്ല. പെട്ടെന്ന് കംപ്ലൈന്റ് വരില്ല. സോഫ നമ്മൾ പ്രൈസ് പറഞ്ഞത് സൈസിനനുസരിച്ചാണോ സാറേ? നമ്മളിപ്പോ റൂം പുതിയ വീടായാലും പഴയ വീടായാലും നമ്മൾ റൂമിൽ സെറ്റ് ചെയ്യണം എന്ന് പറഞ്ഞാൽ നമ്മൾ ആ റൂമിന്റെ അളവ് എടുത്തിട്ട് കോർണർ സെറ്റ് ചെയ്യാൻ വേണ്ടതെന്ന് വെച്ചാൽ ആ മോഡൽ ഉണ്ടായി കൊടുക്കും. ഫേസായിട്ട് ഏത് ഭാഗത്തേക്കാണ് ഫേസ് വേണ്ടിച്ചാൽ ആ ഫേസിൽ ഏത് മോഡലാണ് വേണ്ടിച്ചാൽ ആ മോഡലിൽ ചെയ്തു കൊടുക്കും. ഇപ്പോൾ നമ്മൾ പിന്നെ എംഒബോമിലാണ് ചെയ്യുന്നത്. അത് പെട്ടെന്ന് കംപ്ലൈന്റ് വരില്ല. പെട്ടെന്ന് കംപ്ലൈന്റ് എന്ന് പറഞ്ഞാൽ അത് പിന്നെ ഫോമിന്റെ ഡെൻസിറ്റിക്ക് അനുസരിച്ച് ഡെൻസിറ്റി കൂടുതൽ ആകുമ്പോൾ വേഗം താന്നു പോവും, ചപ്പിപ്പോവൊന്നുമില്ല. പിന്നെ വേറെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സെറ്റ് പണിയെടുക്കുമ്പോൾ ബെൽറ്റ് അടിച്ചിട്ട് സ്പ്രിങ് ഇട്ടിട്ടോ പണിയെടുത്താൽ അത് പെട്ടെന്ന് പോവും, അത് താന്നു പോവും. നമ്മൾ പ്ലൈവുഡൊക്കെ അടിച്ച് സെറ്റ് ചെയ്ത് നമ്മൾ അതിൻ്റെ മേലെ കനുള്ള 4-5 ഫോമോ അത് പിന്നെ പാർട്ടിക്ക് അനുസരിച്ച് എങ്ങനെ വേണ്ടിച്ചാൽ അതിനനുസരിച്ച് ആ ഫോം ഉപയോഗിച്ച് ഡെൻസിറ്റി കൂടിയ ഫോം എടുത്തിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ 5 വർഷത്തെ ഗ്യാരണ്ടി എൻ്റെ വകയായിട്ട് ഞാൻ കൊടുക്കും. അതേമാതിരി നല്ല ആ ക്ലോത്ത് സാമ്പിൾ കാണിച്ചു കൊടുക്കും. ആ കാണിച്ചു കൊടുത്ത് അവർക്ക് ഇഷ്ടപ്പെട്ട ക്ലോത്ത് ഇട്ടിട്ട് നമ്മൾ അടിച്ചു കൊടുക്കും. ചിലവരെന്ന് പറഞ്ഞാൽ വെറും ലാഭം കണക്ക് കൂട്ടുന്ന ആൾക്കാർ. നമ്മൾ ലാഭവും വേണം, നമുക്ക് തൊഴിൽ ചെയ്താൽ കൂലി ചെറിയൊരു ലാഭവും, എന്നാൽ കൊണ്ടുപോകുന്ന പാർട്ടിക്ക് അത് ഉപയോഗിക്കുമ്പോൾ നമ്മൾ അപ്പുറത്തൊരു വീട്ടിലുണ്ടെങ്കിൽ അവരുടെ ഓർഡർ കൂടി നമുക്ക് കിട്ടാനുള്ള രീതിയിൽ വേണം നമ്മൾ ചെയ്തു കൊടുക്കാൻ. വല്ല ഫോമും വെച്ച് നമ്മൾ ആ 1 കൊല്ലം 1.5 കൊല്ലം നിൽക്കേണ്ട രീതിയിൽ ചെയ്തു കൊടുത്താൽ നമുക്ക് ലാഭം കൂടുതൽ കിട്ടും. പക്ഷെ അതിന് ലൈഫ് ഉണ്ടാവില്ല. അതായത് 23 ഡെൻസിറ്റി മുതൽ 200 വരെ ഡെൻസിറ്റി, അതിൻ്റെ മുകളിലുള്ള ഡെൻസിറ്റിയുള്ള ഫോമുകളുണ്ട്. അത് അനുസരിച്ചുള്ള റേറ്റാണ് മാറ്റം വരിക. ഇത് ഇങ്ങനെയുള്ള ക്വാളിറ്റി ഇത് നല്ല റെക്സങ്ങളാണ്. ഇതിലിപ്പം 1000 സീറ്റൊക്കെ അടിക്കും. പിന്നെ അതിൽ മുന്തിയതാണ് ഇപ്പോൾ ഇത് വരുന്ന ഈ റെക്സങ്ങൾ. ഇതിൽ അപ്പോൾ പൈസ കൂടും. അങ്ങനെയൊക്കെയുള്ള വ്യത്യാസങ്ങളുണ്ട്. പക്ഷെ നമ്മളിപ്പോൾ ഒരാൾ വന്നിട്ട് തേന്ന് സീറ്റ് അടിച്ച് തരുമോ? അപ്പോൾ പറയും. അപ്പോൾ എന്താ ചാർജ് ചോദിക്കുമ്പോൾ നമ്മളിപ്പോൾ 5000 എന്ന് പറഞ്ഞാൽ അവർക്ക് ചിലപ്പോൾ അത് അതിയായി തോന്നാം. ചിലവർ ചെയ്യുന്നവരുണ്ട്. പക്ഷെ അതിൻ്റെ ക്വാളിറ്റീനെ പറ്റി അവർക്ക് അറിയില്ല. അല്ലെങ്കിൽ അപ്പുറത്തെ ക്വാളിറ്റി കുറച്ചിട്ട് അടിച്ചു കൊടുക്കണത് അവർ അവിടെ അത്രത്തേക്ക് 4000-ന് ഇട്ടിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ അതിന് ക്വാളിറ്റിക്ക് വ്യത്യാസം ഉണ്ടാകുമ്പോഴാണ്. അല്ലാതെ ആരെയും നന്നാക്കുന്നില്ല. അതാണ് അതിൻ്റെ ശരി. ഫാമിലിയിൽ ആരൊക്കെയാണ് സാറിൻ്റെ ഉള്ളത്? എനിക്ക് 2 മക്കള്, ഒരാണും ഒരു പെണ്ണും. മകൻ്റെ കല്യാണം കഴിഞ്ഞു, മകളുടെയും കല്യാണം കഴിഞ്ഞു. മകൾക്ക് 2 കുട്ടികൾ, ആൺകുട്ടികൾ. മകന് 2 പെൺകുട്ടികൾ. സാറിന്റെ ആഗ്രഹം എന്താവണമെന്ന് ആഗ്രഹം? ഒന്നും ആകണമെന്ന് ആഗ്രഹമൊന്നുമില്ല. മരിക്കുന്നവരെ നമുക്ക് ജീവിക്കണം ഈ തൊഴിൽ വെച്ചിട്ട് എന്നുള്ള ഒരു ആഗ്രഹം മാത്രമേ ഉള്ളൂ. അതിനിപ്പോൾ വേണ്ടത് എന്താണെന്ന് വിചാരിച്ചാൽ ഒരു പയ്യനെ നമുക്ക് കിട്ടുക, അവന് മര്യാദ ശമ്പളം നമ്മൾ കൊടുക്കും. ഒരു പകുതി പണിയെങ്കിലും അറിഞ്ഞാൽ മതി, ബാക്കി പണി ഞാൻ പഠിപ്പിക്കും. നമ്മുടെ ഫൈനലി ഈ ലൊക്കേഷൻ എവിടെയാണെന്നൊന്നും പറയും? ഇത് തിരുവാട് സെൻട്രൽ ഇറങ്ങി മണ്ണാർക്കാട് റോഡിന് ഒരു 100 മീറ്റർ ഇങ്ങോട്ട് വന്നാൽ വലത്ത് ഭാഗത്ത്. ഇവിടെ വർക്ക്ഷോപ്പ് ഏരിയയാണ്.
അവിടെ തന്നെ ഈ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത്.